മാങ്ങയുടെ ഒരു വീഡിയോ നിങ്ങളോടത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാധാരണ എന്താണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു കർഷകനായതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും. കൂടുതലും വിളിക്കുന്ന ഭാര്യയുടെ അടുത്താണ് വിളിച്ച് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിലെ മാങ്ങ അത്രയും പറിച്ച് വെച്ച് പഴുക്കുമ്പോൾ പുഴുവായി പോകണം. അവർ മാങ്ങ വീട്ടിലെ സ്വന്തം മാവിൽ നിൽക്കുന്ന മാങ്ങ ഇപ്പം ഇതിൽ മാവിൽ മാങ്ങ ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ കോട്ടുകുണ മാങ്ങയാണ്. അവരൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ മാവ് നിൽക്കും, മാങ്ങ നിൽക്കും, ലത്തീഫ വന്ന് പറിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ആക്കെങ്കിലും കൊടുക്കും എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്ത് നിങ്ങൾ പഴിപ്പിച്ച് തിന്നാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറിച്ച് വെക്കുമ്പോൾ കംപ്ലീറ്റ് മാങ്ങയിൽ പുഴു. അവർ വീട്ടിൽ നല്ല നമ്മുടെ നാട്ടിൽ പ്രകൃതിയായിട്ട് കിട്ടുന്ന മാങ്ങ വിപണിയിലുള്ള മറ്റുള്ളവർ മാങ്ങ പറിച്ചുകൊണ്ട് പോയി എന്താണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് നമ്മളെ വീട്ടിലെ കോട്ടുകുണം മാങ്ങ. അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയണ്ടേ? അവർ ചെയ്യുന്ന പരിപാടി സാധാരണക്കാർ നമ്മളെ ഉള്ള വീട്ടിൽ വന്ന് മാങ്ങ 500-600 രൂപയ്ക്ക് ഒരു മാവിലെ മാങ്ങ എടുക്കും. മറിച്ചുകൊണ്ട് പോയിട്ട് ഇവർ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കാർബൈഡ് എന്ന് പറയുന്ന ഒരു സാധനം വയ്ക്കും. മാങ്ങയിൽ പൗഡർ മാതിരി ഇരിക്കും. അതിന് കോഡ് ഭാഷ പറയും. പല സ്ഥലങ്ങളിൽ ഇതിന് പല പല കോഡുകളുണ്ട്. ഈ ആൾക്കാർ പിടിക്കുന്ന കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് ചാലയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പൊതി എടുത്തു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അത് കാർബൈഡാണ്. ഇവരെ കോഡ് ഭാഷകളാണ്, ഓരോരുത്തരെ കോഡ് ഭാഷകളാണ്. ഇതറിയാനുള്ള ഒരു കാരണം നമ്മുടെ സമീപത്ത് ആൾ മരണപ്പെട്ടു. എൻ്റെ മകളുടെ മകൾ ആ വീട്ടിൽ പോയി കൊച്ചു മക്കൾ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് മാങ്ങ എടുത്ത് കടിക്കും. മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കടിക്കും. അപ്പം ഇത് പറയാനുള്ള ഒരു കാരണം, മാങ്ങ എടുത്ത് കടിച്ചവൻ പറഞ്ഞ് മക്കളെ ആ മാങ്ങ എടുത്ത് കൊടുക്കല്ലേ, കൊച്ചിന് അപ്പുറത്ത് വയ്ക്കോല് വയ്ക്കണം മാങ്ങ എടുത്ത് കൊടുക്കും. ആ കൊച്ചിന് മാങ്ങ പിടിച്ചു വച്ചിട്ടിട്ട് എൻ്റെ മോള് നമ്മളൊരു വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പാർട്ടിയാണ്, അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, ആൾ മരണപ്പെട്ടൊക്കെ പോയി. അപ്പം ആ വീട്ടിലും അദ്ദേഹവും ചെയ്യുന്ന പരിപാടി ഈ കാർബൈഡ് വെച്ച് മാങ്ങ പഴിപ്പിച്ച് വിപണിയിൽ കൊണ്ട് കൊടുക്കും. നല്ല കാർബൈഡ് വയ്ക്കാതെ വയ്ക്കോല് വെച്ച് പഴിപ്പിച്ച് വീട്ടിലും അവർ കഴിക്കും. ഒരിക്കലും നമ്മളെ പൊതുജനങ്ങൾക്ക് കാർബൈഡ്, എൻ്റെ കൂടപ്പിറപ്പുകൾ, ഈ വീഡിയോ കാണുന്ന കൂടപ്പിറപ്പുകൾ ഞാൻ പറയുന്നു, നമ്മൾ കാർബൈഡ് വെച്ച് ഒരിക്കലും മാങ്ങ പഴിപ്പിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കരുത്. മക്കളൊക്കെ കഴിക്കും. മാരകമായ തൊണ്ടയിൽ ക്യാൻസറും മറ്റുള്ള ഇന്നിപ്പം നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കടനക്കുളം പഞ്ചായത്തിൽ ശരിക്കും വരും, എനിക്കറിയാമെന്നുള്ള ശരിക്കും വരും എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ക്യാൻസർ വരും. നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരിക്കലും മാങ്ങയിൽ കാർബൈഡ് വെച്ച് പഴിപ്പിച്ച് തിന്നരുത്. ആൾക്കാർ കംപ്ലീറ്റ് പറയണം നമ്മളെ വീട്ടിലെ മാങ്ങ മാർക്കറ്റിൽ പോയി മാങ്ങ വാങ്ങിക്കും, നമ്മുടെ വീട്ടിലെ മാങ്ങ 5 രൂപയ്ക്ക് കൊടുക്കും. നമ്മളെ വീട്ടിലെ മാങ്ങ പുഴു വരാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത്. മാങ്ങ എടുക്കുക. മാങ്ങ എടുത്തപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ച കോട്ടുകുണം മാങ്ങയാണ്. ഇത് കോട്ടുകുണം മാങ്ങയാണ്. പലരും വന്ന് ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 100-400 കിലോ മാങ്ങ കൊടുത്തു. ഇപ്പം മാങ്ങ കിട്ടിയില്ല. കാരണം വെച്ചാൽ മഴയില്ലാത്തതുകൊണ്ട് മാമ്പൂ പിടിച്ച് അത്രയും നിന്ന് പൊടിഞ്ഞു പോയി. ഇത് കോട്ടുകുണം കല്ല് വരുക്ക മാങ്ങയാണ്. ഈ മാങ്ങ എന്താണ് ചെയ്യണത്? പഴിപ്പിക്കുക. നിങ്ങൾ മാങ്ങ ബക്കറ്റിനകത്തിട്ടു. മാങ്ങ ബക്കറ്റിനകത്ത് മാങ്ങ ഇട്ടു. ഇത് കോട്ടുകുണം മാങ്ങ ഇതായിട്ടു. ഇത് പച്ചവെള്ളമാണ്. ശ്രദ്ധിക്കണം. ചൂടുവെള്ളം ഇതിനകത്ത്. ഇത് കൂടുതൽ പച്ചവെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ തോനെ ചൂടാക്കിയിട്ടുണ്ട്. ചൂടുവെള്ളം അപ്പോൾ ഒഴിക്കും. തൊട്ടാ കൊള്ളും. ചൂടുവെള്ളത്തിൽ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടക്കണം മാങ്ങ. ഈ ചൂടുവെള്ളത്തിൽ ഇളം ചൂടിൽ 10 മിനിറ്റ് മാങ്ങ കിടക്കണം. ചില ഭാര്യ ഇപ്പം മാങ്ങ വയ്ക്കുക. ഇത് കംപ്ലീറ്റ് നല്ല കോട്ടുകുണം മാങ്ങ. ഇത് സാധാരണക്കാരെ പറിച്ചു വെച്ചാൽ പുഴു കയറുമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. മൊത്തം ആൾക്കാർ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവർ കൊണ്ടുവന്ന് കാർബൈഡ് വെച്ച് കൂടപ്പിറപ്പുകളെ നമുക്ക് തന്നെ അവർ കൊണ്ടുതരും. കാർബൈഡ് വെക്കണം മാങ്ങയ്ക്ക്. നിങ്ങൾ ഈ പുഴുവുള്ള മാങ്ങ കഴിച്ചെന്ന് പറഞ്ഞാൽ മരിച്ചെന്ന് പോകില്ല. മണ്ണിര ഈ രാസവളങ്ങളും അതും ഇതും പരാമറും അതും ഇതൊക്കെ വന്നാൽ നമ്മുടെ മണ്ണിരകൾ കംപ്ലീറ്റ് നശിച്ചു പോയി. അതേ കണക്ക് നിങ്ങൾ ഒരു പുഴു ഉള്ളിനകത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു വിഷമമായിരിക്കും. നിങ്ങൾ എത്രയും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മാങ്ങ പറിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10-12 മിനിറ്റ് വെച്ചതിന് ശേഷം ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം. മാങ്ങ കിടക്കണം ഒരു 12 മിനിറ്റ് ഇതിനകത്ത് കിടക്കണം. 12 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മാങ്ങ ഇറക്കി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാങ്ങ വെയിലത്ത് തിരിച്ചു വെക്കണം. സാധാരണ മാങ്ങ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ തിരിച്ച് വെക്കണമെന്ന് പറയുന്നത് ഈ മാവിൻ്റെ ഞെട്ടിലെ കറ മാങ്ങയിൽ ഒലിച്ച് മാങ്ങയ്ക്ക് സൗന്ദര്യം കാണത്തില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുത്തനെ വെച്ച് വെയിലത്ത് വെച്ചതിന് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ ജലങ്ങളെല്ലാം വാടിയതിന് ശേഷം ഈ മാങ്ങ വയ്ക്കോലിലോ മുക്കമ്പാല തോലിലോ
നിങ്ങൾക്ക് അതും കിട്ടിയില്ലെങ്കിൽ പേപ്പറിൽ വെച്ചും പഴിപ്പിക്കാം. നമുക്കൊരു കാർട്ടൂണിനകത്ത് വെച്ച് ഒരു ചണം ചാക്ക് വിരിച്ചിട്ട് മാങ്ങ ലെതറായിട്ട് അടിച്ചിട്ട് വേറെ ഒരു ചാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുദ്ധമായിട്ട് മാങ്ങ പഴിപ്പിച്ചെടുക്കാം. എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാരണം, മാങ്ങയിൽ പുഴു കയറണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പുഴു ഉള്ള സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ ചൂടാക്കിയില്ലെങ്കിൽ പുഴു ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ കഴിക്കും. ഒരിക്കലും കാർബൈഡ് വെച്ച മാങ്ങ മാറ്റി കഴിക്കരുത്. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ മാർക്കറ്റിനകത്ത് പോകുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ഫ്രൂട്ട്സിൽ, മുന്തിരിയിൽ, ഫ്രൂട്ട്സിൽ, മാങ്ങയിൽ കംപ്ലീറ്റ് ഈച്ച വന്നിരിക്കും. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈച്ച മാമ്പഴത്തിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇരിക്കില്ല. കാരണം വെച്ചാൽ കാർബൈഡിനകത്ത് മാരകമായ വിഷങ്ങളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തൊണ്ടയിൽ ക്യാൻസറും മറ്റുള്ളതാണ്. എൻ്റെ കൂടപ്പിറപ്പുകൾ, ഈ വീഡിയോ കാണുന്ന കൂടപ്പിറപ്പുകൾ ഒരിക്കലും മാങ്ങ പഴിപ്പിക്കണമായിരുന്നാലും ആരും വരുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും കാർബൈഡ് വെച്ച് മാങ്ങ പഴിപ്പിക്കരുത്. ചാട്ടത്തോല് വെച്ച് പഴിപ്പിക്കാം, മുക്കമ്പാലയുടെ തോല് വെച്ച് പഴിപ്പിക്കാം, വൈക്കോല് സുലഭമായിട്ട് നിങ്ങൾക്ക് വൈക്കോല് കിട്ടും. ഒരു കെട്ട് വൈക്കോല് വാച്ചോണം തറയിൽ നിരത്തിയിട്ട് മാങ്ങ ഇത് കണക്ക് തോന്നതിന് ശേഷം മാങ്ങ എപ്പോഴും 8 വരെ വെക്കല് തിരിച്ച് വെക്കണം, കമത്തി വെക്കണം. ഇത് കാരണം വെച്ചാൽ ഞെട്ടിൻ്റെ കറ പലയിടത്തും മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ മാങ്ങ പഴുക്കുമ്പോൾ ഈ ചോന ഇതിൻ്റെ കറ ഒലിച്ചിരിക്കണതാണ്. അപ്പോൾ തിരിച്ച് വെക്കണം. അത് ഒന്ന് നല്ല തോന്നതിന് ശേഷം തിരിച്ച് വയ്ക്കാവും. മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മാങ്ങ എടുത്ത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട്, വെയിലത്തല്ലെങ്കിൽ വെയിലത്തില്ലെങ്കിലും തണലത്ത് വെച്ച് നല്ല ജലം തോന്നതിന് ശേഷം വയ്ക്കല് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ശുദ്ധമായ മാങ്ങ കിട്ടും, ശുദ്ധമായി പഴുപ്പിച്ച് കിട്ടും. നിങ്ങൾക്ക് ഒരു പുഴുവും കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം. ഇത് ശാസ്ത്രീയ വശങ്ങളാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ പഴുപ്പിച്ച് വീട്ടിൽ മാങ്ങ പഴുപ്പിച്ച് എല്ലാവർക്കും കൊടുത്താണ്. എല്ലാവരും ചോദിച്ചു, ലത്തീഫെ മാങ്ങ ഉണ്ടാകും. നമ്മളെ വീട്ടിൽ മാങ്ങ ഉണ്ടാക്കി ഒരു കോട്ടുകുണ മാവുണ്ട്, കല്ലുവരിക്കയിൽ, കോട്ടുകുണ കല്ലുവരിക്ക മാങ്ങ നിപ്പുണ്ട്. പക്ഷേ ഇപ്പം മാങ്ങ കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണക്കുകൾ എല്ലാവർക്കും അറിയാം. ഇത് ഉണക്കാണ്ട് മാങ്ങ കിട്ടില്ല. ഇപ്പോൾ കുറച്ച് മാങ്ങയേ ഉള്ളൂ. ഇതൊരു 200 മാങ്ങയ്ക്കകത്തുണ്ട്. നമ്മുടെ ഫാമിലിക്ക് തിന്നാനേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത വർഷം മാങ്ങ എല്ലാവർക്കും ഞാൻ മാങ്ങ കൊടുക്കും. അതുകൊണ്ട് കാർബൈഡ് വെച്ച് ഒരിക്കലും മാങ്ങ പഴുപ്പിച്ച് നമ്മളെ സഹോദരങ്ങൾക്ക് കൊടുക്കരുത്.